നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറയാണ്. വടക്കഞ്ചേരിയിലാണ് നിൽക്കുന്നത്. അതായത് മംഗലം പൊള്ളാച്ചി ഹൈവേയിലെ കവാടം ആകെ തവിട് പൊടിയായിരിക്കുകയാണ്. കുറേ നാളുകളായി, വർഷങ്ങളായി ഇവിടെ വലിയ അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിദാരുണമായ ഒരു അപകടം നടന്ന സ്ഥലം, അതായത് KSRTC ബസ് കൂട്ടിയിടിച്ച് തലയറ്റു പോകുന്ന സ്ഥിതി വരെ ഉണ്ടായ ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ദേശീയപാതയാണ് തൊട്ടടുത്ത്. മുല്ലപ്പൂമുടി ഏറ്റിക്കെടുക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെയാണോ ഇവിടുത്തെ സ്ഥിതി എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദേശീയപാത അത്ര കണ്ട് മോശമാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ സംസ്ഥാന പാതയുടെ തുടക്കം. അതായത് വടക്കഞ്ചേരി പഞ്ചായത്തിലാണ് നിൽക്കുന്നത്. വടക്കഞ്ചേരി ഇവിടെ ഇനി പോകുന്നത് മംഗലം, അതായത് നെന്മാറ പൊള്ളാച്ചി ഭാഗങ്ങളിലേക്കാണ് ഇത് പോകുന്നത്. ഇവിടെ ആളുകള് ചേട്ടാ, ഈ റോഡ് എത്ര നാളായി? കുറെ വർഷങ്ങളായി. കഴിഞ്ഞ വർഷം മഴക്കാലത്തും ഈ വർഷം മഴക്കാലത്തും ഇത് നേരാക്കുന്നല്ലോ ഒന്നുമില്ല. ആയിരത്തെ പറയാം, ഏത് അധികാരത്ത് പറയാ, എത്ര പറയും? നമ്മൾ സ്ഥിരം വരുന്ന ആളുകളാണ്. മംഗലത്തോട് നിന്നാണ് വണ്ടിയുടെ പിന്നി പോയി 1500 ചെലവായി. 1000 തരും, 1000 പറയാം. നിരവധി മെയിൻ്റെനൻസ് ആണ് അല്ലേ? തന്നെയാണ്. മഴയായി കഴിഞ്ഞാൽ വെള്ളക്കെട്ടാണ് ഈ റോഡിൽ ഇവിടെയും. പിന്നെ എവിടെയുള്ളത് അങ്ങോട്ട് പിന്നെ ഗോവിന്ദ റോഡ് ആ നോക്കി വേണ്ട. തേവറക്കാടിന്റെ എവിടെയും മിനീന്റെ എവിടെയൊക്കെ എന്താ റോഡ് മൊത്തം കുണ്ടുകുഴിയാണ്. വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല മഴ ഇത്. അല്ലാത്ത അവസ്ഥ. 1000 പറയാ. വണ്ടി കംപ്ലൈന്റ് ആയിട്ട് 3 പ്രാവശ്യം ഞാൻ റിപ്പോർട്ട് മാറ്റിയതാണ്. ഫ്രണ്ട് കംപ്ലൈന്റ് ആയിട്ട് പിന്നെ അടിച്ചു പോവുക. അതാണ് അവസ്ഥ. അപ്പോൾ നിരന്തരം പോകുന്ന ഓട്ടോക്കാരാണ് നമ്മളോട് പ്രതികരിച്ചത്. പ്രിയ സുഹൃത്തുക്കളെ, വല്ലാത്തൊരു അപകടം നിറഞ്ഞൊരു മേഖലയായി മാറിയിരിക്കുകയാണ് ഈ കവാടം. അതായത് പൊള്ളാച്ചി ഹൈവേയുടെ മംഗലം പാലത്ത് നിന്നാണ്, ആമക്കുളം സെൻട്രലിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നിരവധി പ്രശ്നങ്ങളാണ് ഇവിടെ. അതായത് കുറേ നാളുകളായിട്ട് ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഏകദേശം ഒരടിയോളം വരുന്ന കുഴികളും മറ്റുമൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. സ്കൂട്ടർ, ബൈക്ക് ആർക്കും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുമാത്രമല്ല, നിരവധി ബൈക്കുകളാണ് ഇവിടെ വന്ന അപകടത്തിൽപ്പെടുന്നതാണ് ഇവിടുത്തെ സമീപത്തുള്ള വ്യാപാരികളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് അധികാരികളുടെ കണ്ണും കാതും തുറന്ന് ജനപ്രതിനിധികൾ ഇതിന് വേണ്ട നടപടിയെടുക്കണം. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അതിദാരുണമായ ഒരു അപകടം നടന്ന ഒരു മേഖലയാണിത്. ഇവിടെ തന്നെയാണ് KSRTC 2 ബസ്സുകൾ വന്ന് കൂട്ടിയിടിച്ചുകൊണ്ട് ഒരാളുടെ കഴിയാത്ത രീതിയിലുള്ള വലിയൊരു അപകടം നടന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഇവിടെ കുഴി മൂടുക മാത്രമല്ല, ഇവിടെ 2 സ്പീഡ് ബ്രേക്കർ വെച്ചുകൊണ്ട് അപകടം ഇല്ലാത്ത രീതിയിൽ, അതായത് ഈ സ്പോട്ടിൽ ഇവിടെയും അതുപോലെ ഇവിടുന്ന് കടന്നു വരുന്ന 2 ഭാഗത്തും സ്പീഡ് ബ്രേക്കർ വെച്ച് വാഹനം സ്ലോ ആവുന്നതിനുള്ള ഒരു സംവിധാനം കൂടി ഇവിടെ കാണണം. കാരണം ഇപ്പോൾ റോഡ് ടാർ ചെയ്താൽ തന്നെ നിരവധി വാഹനങ്ങൾ ഇവിടെ വന്ന് കൂട്ടിയിടിച്ചുണ്ടാവുന്ന അപകടവുമുണ്ട്. 2 കാര്യങ്ങളാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ എത്രയും പെട്ടെന്ന് ഉയർത്തിക്കൊണ്ട്, ഇനിയിപ്പോൾ ടാർ ചെയ്താൽ നിൽക്കില്ലെങ്കിൽ ഇത് ഉയർത്തി ടൈല് വിരിക്കുക എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ടൈല് വിരിക്കുക, ഡ്രൈനേജ്, വെള്ളം പോകുന്നതിനുള്ള സംവിധാനങ്ങൾ കാണുക, അതുപോലെ തന്നെ ഇവിടെ അപകടരഹിതമാക്കുക. 2 കാര്യങ്ങളാണ്. ഒന്ന് സ്പീഡ് ബ്രേക്കർ പിടിപ്പിക്കുക, അതുപോലെ തന്നെ ഇവിടെ ടാറിങ് ചെയ്ത് അതല്ലെങ്കിൽ ടൈല് വിരിച്ച് സുരക്ഷിതമാക്കുക. പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിലാണ് നിൽക്കുന്നത്. മംഗലം എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. നെന്മാറ ഭാഗത്തേക്ക് പോകുന്ന പാലക്കാട് ജില്ലയിലെ നെന്മാറ ഗോവിന്ദാപുരം, അതായത് തമിഴ്നാട്ടിലേക്ക് പോകുന്ന മറ്റൊരു വഴിയുടെ കവാടമാണ് ഇങ്ങനെ തവിട് പൊടിയൊക്കെ എടുക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ, അധികാരികൾ കണ്ണും കാതും തുറന്ന് ഒരാൾ പോലും ഇവിടെ അപകടത്തിൽപ്പെടാതിരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. നമുക്ക് ചോദിച്ചറിയാം. നിരന്തരം പോകുന്നൊരു വ്യക്തിയാണ്. ഈ റോഡ് കുറെ നാളായല്ലോ ഇങ്ങനെ കിടക്കുന്നത്, എന്താണ് പറയാനുള്ളത്? അതെ, ഒരുപാട് ആയി ഇത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതെ, ഇത് മെയിൻ റോഡാണിത്. പൊള്ളാച്ചി റോഡാണിത്. പൊള്ളാച്ചി റോഡാണ്. ഇത് കുറെ കാലമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ്. എന്തായാലും ജനങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട് സുഹൃത്തുക്കളെ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വ്യാപകമായ പ്രതിഷേധമാണ്. നമ്മളെ നിരവധി പ്രേക്ഷകർ, നമ്മുടെ ഫോളോവേഴ്സ് നിരവധി പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു സ്ഥാപന ഉടമയുണ്ട്. നിരന്തരം അപകടങ്ങൾ കാണുന്ന ഒരു വ്യക്തിയുണ്ട്. ഇവരൊക്കെ ഒരു എന്താ പറയുക, ഈ
ഇവിടെ ഇങ്ങനെ ഒരു അപകടങ്ങൾ നിരന്തരം നടക്കുന്ന ഒരു ഏരിയ അല്ലേ? ദിവസം ബൈക്ക് യാത്ര ബൈക്കുകാർ വീഴാറുണ്ട്, പിന്നെ ആ സ്ലാബില് തട്ടി കാറുകൾ ചെരിയാറുണ്ട്, മറിയാറുണ്ട് ഒക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും ടാറിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കാറ് സ്ലാബിലേക്ക് ഇടിച്ചു കയറി, അവിടെ താഴ്ചയല്ലേ, ആ സ്ലാബിലേക്ക് ഇടിച്ചു കയറി നമ്മൾ കടക്കാരൊക്കെ, അതായത് ഇത് മൂട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ? ബൈക്കുകാർ വീണിട്ട് നമ്മൾ ഓടിച്ചെന്ന് അവരൊക്കെ എടുത്ത്. അതല്ല, റോഡ് ശരിയാക്കുക അങ്ങനെ എന്തെങ്കിലും ഈ അടുത്ത് ചെയ്തിട്ടുണ്ടോ? വന്നിട്ട് കോൺക്രീറ്റ് മാരിയൊക്കെ ഇട്ടിട്ട് പോയി, പക്ഷെ അതൊക്കെ പിറ്റേ ദിവസം തന്നെ അതെല്ലാം. നിങ്ങൾക്ക് ഇവിടെ രക്ഷപ്പെടുത്തലാവുംല്ലേ പ്രധാന കലാപരിപാടി? രക്ഷപ്പെടുത്തലും നമുക്ക് നിലവിളിക്കും അയ്യോ അയ്യോ പറയാൻ നേരമുള്ളൂ. അതായത് ഇവിടുത്തെ ആളുകളൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി സജ്ജരായി നിൽക്കുന്ന ആളുകളാണ്. ഏത് നിമിഷവും ആംബുലൻസിനെ വിളിക്കുക, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യലാണ് ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു വിഷയമായിരിക്കുന്നത്. എന്തായാലും അത്ര കണ്ട് മോശമായ ഈ കുഴികൾ അടയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അധികാരികളുടെ കണ്ണും കാതും തുറക്കട്ടെ. ഞങ്ങൾ വാർത്ത ചെയ്തുകൊണ്ടേയിരിക്കും, ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് തരുന്ന ഊർജം. എന്തായാലും ഒരുപാട് വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ട്. ഇതുപോലുള്ള വാർത്തകൾ കണ്ടാൽ നിങ്ങൾ സൂചിപ്പിക്കുക, നമ്മളവിടെ വന്ന് വാർത്ത ചെയ്യുന്നതായിരിക്കും. മാക്സിമം ഇത് ഷെയർ ചെയ്യുക.